ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഐഷ ഷാംസ്. ഐഷ ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടനൊക്കെ ഒന്ന് അടിച്ച് പൊളിക്കണേ. എന്നിട്ട് ചട്ടി അടുപ്പിൽ വെച്ചതിന് ശേഷം ചിക്കൻ കഴുകി അതിനകത്തേക്ക് 1.5 കിലോ ചിക്കനാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട്, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട്, അതേപോലെ തന്നെ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. നല്ല മിക്സിങ് നന്നായിരിക്കണം. നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം കുഴച്ച് കൊടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ആ എസൻസൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങി നമുക്ക് ചെല്ലുള്ളൂ. മസാല നല്ലവണ്ണം ഇറങ്ങി ചെന്നതിന് ശേഷം നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. പിന്നീട് പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ടേസ്റ്റ് ഉണ്ടാകില്ല കേട്ടോ. ഇവിടെ മുഴുവൻ മല്ലി എണ്ണ ചേർത്തണം. 3 ടേബിൾ സ്പൂൺ മല്ലി, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂണ് വലിയ ജീരകം, പിന്നെ കുറച്ച് കരിവേപ്പില. ഇത് അടുപ്പിൽ പാൻ വെച്ച് നന്നായിട്ട് വറക്കണം കേട്ടോ. തീ കൂട്ടി വെച്ച് വറക്കരുത്. ആദ്യം ചട്ടി തീ കൂട്ടി വയ്ക്കുക. ചട്ടി ചൂടായതിന് ശേഷം ഇതിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് മെല്ലെ വറുത്തെടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് ഈ വറക്കലിലാണ് കിട്ടുന്നത്. നമ്മളിപ്പോൾ നന്നായിട്ട് തീ ആളി കത്തിച്ച് വെക്കുമ്പോൾ ഒരു ഭക്ഷണം വെച്ചാലും നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ തിളയ്ക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. പിന്നീട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആ മസാലയൊക്കെ പിടിക്കണ പോലെ നമ്മൾ എന്ത് സാധനം അങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മളിത് മിക്സിയിലേക്ക് പൊടിക്കാനായിട്ട് എന്നിട്ട് ഞാൻ പിന്നെ പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് വെക്കേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചു. കടുക് നന്നായിട്ട് പൊട്ടി വരണം. ആ കടുകിൻ്റെ എസൻസ് എപ്പോഴും അതിനകത്തേക്ക് ഇറങ്ങിയണം. ഈ കടുക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചാണ് ഇടുന്നത്. പക്ഷേ നല്ല എസൻസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ പഴമക്കാർ പറഞ്ഞ കടുക് കുറച്ചിട്ടാൽ മതി എന്ന് നമ്മളോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ടതിന് ശേഷം പച്ചമുളക് നല്ലോണം താവണേ. എന്നിട്ട് പിന്നെ കരിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കണം. അടി പിടിക്കാതെ ഇളക്കണം. പച്ചമുളകൊന്നും കരിഞ്ഞു പോകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിന്ന് വേണം ചെയ്യാൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മാഗ്നേറ്റ് ചെയ്തിട്ട് ചിക്കൻ ഇതിനകത്തേക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലോണം ഇളക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ അടുപ്പിൽ കൈ കൊണ്ടൊന്നും ചെയ്യരുത്. ചട്ടി ചൂടോട് നമ്മളിങ്ങനെ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ ഇളക്കല്ലാണ് അതിൻ്റെ ആയിരിക്കുന്നത്. അടി പിടിക്കരുത്. വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാണ്ട് ചിക്കൻ തന്നെ നമുക്ക് വെള്ളം ഇറങ്ങി വരും. നന്നായി അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് നമുക്ക് വെള്ളം ഇറങ്ങി വരും. അടച്ച് വയ്ക്കുക. ഇനി നമ്മൾ അതെന്ത് ചെയ്യുക, കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുക. പിന്നീട് എന്ത് ചെയ്യുക, നമ്മൾ ചിക്കൻ ഒരു പകുതി വരുന്നതിന് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടണം. ചിക്കൻ ഒന്ന് വെന്തിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളിട്ട് പിന്നെ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ചിട്ട് അത് പിന്നീട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ മല്ലിയും കുരുമുളകും വലിയ ജീരകവും കൂടി ഇല്ലേ, അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂണല്ല 1 ടീസ്പൂണാണ് ഗരം മസാല ഇടണം. ചില്ലി ഫ്ലെക്സ് ഞാൻ ഇട്ടിരുന്ന 1.5 ടേബിൾ സ്പൂണാണ്. 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ശ്രദ്ധിക്കുക. അത് നിന്നിട്ട് കണ്ടോ, ഞാൻ ഇളക്കുന്ന കാണില്ല, ഇതേപോലെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ എന്തൊരു സ്മെല്ലാണ് വരുന്നത് അറിയാം. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒറിജിനലല്ലേ മല്ലിയൊക്കെ പൊടിച്ചിട്ടിരിക്കുന്നത്, അതിൻ്റെ മണം നന്നായിട്ട് വരുന്നുണ്ട്. ഭയങ്കര ഇതാണ്, നല്ല മണം. ആ മണം വരുമ്പോൾ തന്നെ നമുക്ക് 4 വീടിൻ്റെ പുറത്തോട്ട് കേൾക്കും ഈ മണം. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ചിക്കൻ. എന്തായാലും നിങ്ങൾ ഈ ചിക്കൻ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഇന്ന് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് ഈ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇനി നമ്മളിതിനകത്തേക്ക് നൈസായിട്ട് അരിയണം. സവോള കട്ടിയിൽ അരിയരുത്, വളരെ നൈസാക്കി. സവോള കടിക്കാൻ പാടില്ല.
ഇതിനകത്ത് കടന്നിട്ട് ആ സവാള അലിഞ്ഞ് വരും നമുക്ക്. എന്നിട്ട് ഈ സവാള ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെ മൂടി വെച്ചിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെച്ചാൽ മതി നമ്മൾ. എന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ സവാളൊക്കെ ഇതിനകത്ത് നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഇതൊരു നല്ല പരുവത്തിലായിട്ട് വരും. വെള്ളം ഒരിക്കലും ഒഴിക്കരുത് നിങ്ങളുടെ അടി പിടിക്കാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യുക, മെല്ലെ പിന്നീടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. പിന്നീട് വേണമെങ്കിൽ നമുക്ക് അടച്ച് വെക്കാം. ഓക്കെ, ഇപ്പം നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ.